നാഥനെ ഉലകിൻ ആദിയേ ഇരുളിൻ വീഥിയിൽ തിരിയായി നീ വരൂ. ഉയിരിൻ നാഥനെ ഉലകിൻ ആദിയേ ഇരുളിൻ വീഥിയിൽ തിരിയായി നീ വരൂ. ആലംബമെന്നും മഴലാഴങ്ങൾ നീന്താൻ നീ എന്ന നാമം പൊരുളേ. നാഥനെ ഉലകിൻ ആദിയേ ഇരുളിൻ വീഥിയിൽ തിരിയായി നീ വരൂ. ആരാകിലും നിന്നിൽ ചേരേണ്ടവർ ഞങ്ങൾ ഓരോ ദിനം കഴിയേ. കാറ്റിൻ്റെ കാലൊച്ച കേൾക്കുമ്പോഴും നീ വന്ന പോലുള്ളിൽ തോന്നുന്നിതാ. നെഞ്ചു നീറിടുമ്പോഴും എന്റെ താളമായി ആലംബമെന്നും മഴലാഴങ്ങൾ നീന്താൻ നീ എന്ന നാമം പൊരുളേ. സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങനെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. വചനമാംസമായി നമ്മുടെ ഇടയിൽ വസിച്ച് നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങനെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പ്രാർത്ഥിക്കാം. സർവേശ്വരമാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യത്വത്തെ അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവം കുരിശുമരണം മുഖേന ഉയർപ്പിന്റെ മഹിമയെ പ്രാപിക്കാൻ അനുഗ്രഹം നൽകണമെന്ന് ഞാൻ കർത്താവായ ഈശോ മിശിഹ വഴി അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പരിശുദ്ധാത്മാവായ ദൈവമേ, നിന്റെ സജീവ സാന്നിധ്യം ഇവിടെ അനുസ്മരിക്കുകയാണ്. ഈശോ ഈ പാണമുങ്ങൽ കുടുംബത്തിലുള്ള എല്ലാവരും ഇന്ന് ഒരുപാട് സന്തോഷത്തിലാണ്. പ്രത്യേകിച്ച് ഇടവകയും ഈ ചുറ്റുവട്ടങ്ങളിലുള്ള ഭവനങ്ങളിലുമെല്ലാം ഒരുപാട് സന്തോഷം കൊണ്ട് നിറഞ്ഞു നിൽക്കാൻ കാരണം ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ഞങ്ങളുടെ ജീനിയലൂടൻ
നാളെ വിവാഹം എന്ന് കൂതാശികൾ തന്നെ ഒരുക്കുമ്പോൾ ഈ മകനോട് പ്രാർത്ഥിക്കാൻ ഇന്ന് അഭിൻ്റെ പിതാവിൻ്റെ കൂടെ ഞങ്ങൾ എല്ലാവരും നിരസനത്തിലായിരിക്കുകയാണ്. പ്രിയ ഈശോയെ, ഇന്ന് ചെറിയൊരു സഭയുടെ പതിപ്പ് ഞങ്ങളിവിടെ അനുഭവിക്കുകയാണ്. മറ്റു ദിവസങ്ങളെക്കാളൊക്കെ മറ്റു വിവാഹങ്ങളെക്കാളൊക്കെ അപ്പുറത്ത് ഇന്ന് വലിയ ഒരു വ്യത്യസ്തമായിട്ടുള്ള നിറച്ചാർത്ത് പകരാൻ പിതാവിൻ്റെ സാന്നിധ്യം ഇവിടെ ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. അഭിൻ്റെ പിതാവിനോടൊപ്പം, വൈദികരോടൊപ്പം, ബഹുമാന സിസ്റ്റേഴ്സിനോടൊപ്പം ആത്മായ ജനങ്ങളെല്ലാവരും ഒരുമിച്ച് ചേരുമ്പോൾ ഈ ദൈവജനത്തിൻ്റെ കൂടെ ഒരു സഭയുടെ പതിപ്പായി ഈ ഒരു കൂട്ടായ്മ മാറ്റിയതിന് ഓർത്ത് ഞാൻ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പ്രദേശിൻ്റെ ഒരു ദിവസം എൻ്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരും ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇനി മകൻ ആരംഭിക്കുന്ന കുടുംബജീവിതത്തിന് വേണ്ടി പ്രാർത്ഥന മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഞങ്ങൾ ഈ ഭവനത്തിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ മധ്യ സന്നിഹിതനാണെന്നും ഞങ്ങളെ ആശ്രയിച്ച് അനുഗ്രഹിക്കുന്നുണ്ടെന്നും ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. തമ്പുരാനെ, ഞങ്ങളുടെ മേൽ ചൊല്ലിയ എല്ലാ കൃപകളെ ഓർത്ത് ഞാൻ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഏതൊരു അപ്പൻ്റെയും അമ്മയുടെയും ഏറ്റവും വലിയ ആഗ്രഹം ഞങ്ങൾ തങ്ങളുടെ മക്കളെ, തങ്ങളുടെ സ്നേഹനിധിയായിട്ടുള്ള മക്കളെ നല്ലൊരു ജീവിതാന്തത്തിലേക്ക് കൈപിടിച്ച് നടത്തുക എന്നുള്ളതാണ്. ജോസേനെയും ടീച്ചറിനെയും ഒക്കെ ഇന്ന് ആഗ്രഹം ഇന്ന് നാളെയും ഒക്കെ ആയിട്ട് പൂവിടിയുന്ന സമയം ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ മക്കളോടൊപ്പം ഞങ്ങളുമായിരിക്കുകയാണ്. തമ്പുരാനെ, ഈ ദിവസം ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ജിജീനിയർ എന്ന് പറഞ്ഞ മകനിലൂടെ ഇടവയ്ക്കും കുടുംബത്തിനും സമൂഹത്തിനും ഒക്കെ കിട്ടിയ എല്ലാ കൃപകൾക്കും ഞാൻ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ മധ്യേ സന്നിഹിതനായി നിന്നോട് ഞങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, ജീനിയെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തൻ്റെ വിശുദ്ധമായിട്ടുള്ള ജീവിതത്തിലൂടെ ഈ സഭയെ വളർത്തുവാൻ, പ്രത്യേകിച്ച് ഇടവ കൂട്ടായ്മയെ വളർത്തുവാൻ തൻ്റെ സാന്നിധ്യം കൊണ്ടും സഹായം കൊണ്ടും ഒക്കെ സഹായിക്കുന്നതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഈ മകനോട് ഇടവയ്ക്കും കുടുംബത്തിനും സമൂഹത്തിനും കിട്ടിയ എല്ലാ കൃപകളെയും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളെല്ലാവരും ഒന്നിച്ചടങ്ങി സ്തുതിക്കുകയും ആരാധിക്കുകയും ഞാൻ നന്ദി പറയുകയും ചെയ്യുന്നു. അമലിലേക്ക് ധാരാളമായി അനുഗ്രഹം വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ജീവിതത്തിൽ ഓരോ നിമിഷവും അടുത്ത കരം പിടിച്ചുകൊണ്ട് നീങ്ങുവാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ കൃപയും നടന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, കുടുംബജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെയുണ്ടാകുന്ന എല്ലാ കൃപയും നൽകി അമ്മനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. നല്ല തമ്പുരാനെ, കുടുംബത്തെ സ്ഥാപിക്കുകയും കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഈശോയെ, അങ്ങയുടെ കരങ്ങളിലേക്ക് നാളെ വിവാഹമെന്ന കുദാശയിലൂടെ ആവാൻ പോകുന്ന രണ്ട് കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, പ്രത്യേകമായിട്ട് ഈ മക്കളെ രണ്ടുപേരെയും ചേർത്ത് വയ്ക്കുമ്പോൾ ഓരോ ദിനങ്ങളിലും ഇവരുടെ വ്യക്തി ജീവിതങ്ങളിലേക്കും ഇവരുടെ കുടുംബങ്ങളിലേക്കും വർഷിച്ചുകൊണ്ടിരിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, ഇനിയുള്ള ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും പരിശുദ്ധ അമ്മയിലും ദൈവവചനത്തിലും ആശ്രയം വെച്ചുകൊണ്ട് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും അങ്ങയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുവാൻ ഈ മക്കളെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുകയും ചെയ്യുന്നു. നിത്യം പാടി പുകഴ്ത്തിടുവിൻ. നാഥനെ വാഴ്ത്തിടുവിൻ. അമ്പലമേ ജലസഞ്ചയമേ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. സൃഷ്ടികളെ സ്തുതി പാടുവിൻ. നാഥനെ വാഴ്ത്തിടുവിൻ. മഹിമകൾ തിങ്ങും ഇഹപരമേ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. ഈ ഭവനത്തിലേക്ക് കയറി വരുന്ന മകളെയും നിന്റെ സന്നിധിയിൽ ഞങ്ങൾ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപയാൽ നിന്റെ വലിയ പരിപാലനയിൽ ആശ്രയിക്കുവാൻ കർത്താവിനെ ആശ്രയിക്കുന്നവരുടെ ഗുണമുണ്ടാകുകയില്ലെന്ന് പ്രത്യാശയോട് ജീവിച്ചിരുന്ന ഈ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് ത്രിത്യേക ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ നടുവിൽ ഒന്നിച്ചായിരിക്കുന്ന ഈ കുടുംബത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും ഈശോയുടെ കാര്യങ്ങൾ സമർപ്പിക്കുന്നതോടൊപ്പം വിവാഹം എന്ന കുദാശയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മകനെയും ഈ മകന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന മകളെയും ഈശോയുടെ കാര്യങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കുർബാനയിലൂടെ സ്ഥാപിക്കപ്പെടുന്ന കുദാശയിലേക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഇവരുടെ കുടുംബജീവിതം ആരംഭത്തിന്റെ നിമിഷങ്ങളിൽ
പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന്റെ നടുവിൽ ഒന്നു ചേർന്ന ഈ നിമിഷങ്ങളിൽ കർത്താവെ ഇവരെടുക്കുന്ന തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കുവാനുള്ള കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരെ വളർത്തിയ മാതാപിതാക്കന്മാരെയും പുരുഷനങ്ങളെയും എല്ലാവരെയും ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും ഈശോയുടെ കാര്യങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മംഗളകർമ്മങ്ങളിലും ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ നടുവിൽ എല്ലാ തീരുമാനങ്ങൾക്കും നടുവിൽ ഈശോയെ പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്ന നല്ലൊരു ജീവിതം ജീവിക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്നു ചേർന്ന് സ്തുതിക്കുകയും ആരാധിക്കുകയും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. വൈദികരുടെയും സാന്നിധ്യത്തിനും ഈ അടുത്ത ബന്ധുക്കളുടെയും അതുപോലെ പ്രിയപ്പെട്ട എല്ലാ ബന്ധുമിത്രാദികളുടെയും സാന്നിധ്യത്തിന് ദൈവമേ നന്ദി പറയുന്നു. ഈശോയുടെ സാന്നിധ്യം രണ്ട് രീതിയിലാണല്ലോ തിരുസഭയിൽ നമുക്ക് മനസ്സിലാവുന്നത്. ദേവാലയത്തിലുള്ള ഈശോയുടെ സാന്നിധ്യം അത് വിശുദ്ധ കുർബാനയുടെ സാന്നിധ്യമാണ്. ഒരു ഭവനത്തിലുള്ള ഈശോയുടെ സാന്നിധ്യം അത് തിരുവചനത്തിലുള്ള സാന്നിധ്യമാണ്. ഇന്ന് ഈ വചനം സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ മനസ്സിൽ നമുക്ക് ഒരുക്കാം. ഈശോയ്ക്ക് ഈ മക്കളോട് പറയാനുള്ളത് തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ശ്രമിക്കാനായിട്ട് നമ്മുടെ മനസ്സിൽ നമുക്കും പ്രാർത്ഥന പൂർവ്വം സുവിശേഷ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിടാം. കർത്താവേ, ധരണിയിൽ നിൻ സാക്ഷികളായി തീർന്നിടുവാൻ. കർത്താവേ, ധരണിയിൽ നിൻ സാക്ഷികളായി തീർന്നിടുവാൻ. ഞങ്ങളിൽ നിൻ സുവിശേഷം പൂങ്കിരണം ചൊരിയട്ടെ. ഞങ്ങളിൽ നിൻ സുവിശേഷം പൂങ്കിരണം ചൊരിയട്ടെ. സുവിശേഷം ശ്രദ്ധിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉറകെട്ടു പോയാൽ ഉപ്പിന് എങ്ങനെ വീണ്ടും ഉറകൂട്ടും? പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടുവാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല. നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്. മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വെക്കുക സാധ്യമല്ല. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന്മേലാണ് വയ്ക്കുക. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുകയാണ്. ഈ കുടുംബത്തിന് വേണ്ടിയും ഈ കുടുംബത്തിലെ മക്കൾക്ക് വേണ്ടിയും ഈ കുടുംബത്തിലേക്ക് വരുന്ന മക്കൾക്ക് വേണ്ടിയും എല്ലാം ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ അനുഗ്രഹവും പരിപാലനയുമാണ് ഞങ്ങളുടെ ജീവിതത്തെ നയിക്കുന്നതെന്നും ഞങ്ങളുടെ കുടുംബജീവിതത്തെ സമ്പന്നമാക്കുന്നതെന്നും ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ആ വിശ്വാസം ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. അവിടുത്തെ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചതിന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ പ്രകാശവുമായിട്ട് ഈ ലോകത്തിൽ തീർത്ഥാടനം ചെയ്ത് നിന്റെ സന്നിധിയിലേക്ക് യാത്രയാകുവാനുള്ളവരാണ് ഞങ്ങൾ. ക്രൈസ്തവ സമൂഹം നിന്നിൽ പ്രത്യാശ അർപ്പിച്ച് തീർത്ഥാടനം ചെയ്യുന്ന സമൂഹമാണ്. ആ തീർത്ഥാടനത്തിൽ മറ്റുള്ളവരോടൊപ്പമായിരുന്ന അവരുടെ ജീവിതത്തിലും ഉപ്പായിട്ട് പ്രകാശമായിട്ട് ആയിരിക്കുവാൻ ഞങ്ങളോട് അവിടുന്ന് ആഹ്വാനം ചെയ്തിരിക്കുന്നു. ആ ആഹ്വാനത്തെ പുതിയ കുടുംബത്തിന് നേതൃത്വം കൊടുക്കുന്ന ജീനിയലിനും മഞ്ജുവിനും സാധിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളുടെ ആശീർവാദ പ്രാർത്ഥനയെ ഞങ്ങൾ അനുസ്മരിക്കുന്നത് പോലെ യഥാർത്ഥ മെസ്സിയാനിക കുടുംബത്തിൻ്റെ ചൈതന്യം ജീവിക്കുവാനും സാക്ഷ്യം നൽകുവാനും ഇവർക്ക് സാധിക്കണം. ഇവരെ പ്രാർത്ഥിച്ചൊരുക്കി വളർത്തി നിന്റെ വിശ്വാസത്തിൽ സംരക്ഷിച്ച മാതാപിതാക്കളെയും കുടുംബത്തിലെ മറ്റംഗങ്ങളെ എല്ലാവരെയും പ്രത്യേകമായിട്ട് ഞങ്ങൾ ഓർക്കുകയാണ്. അവരെ പ്രതിയും അവരോട് ചേർന്നും ഞങ്ങൾ ഈ വലിയ മംഗളകരമായ ഉദാശയെ പ്രതി പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു.
നീ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. പരിശുദ്ധാമേ, നിന്റെ മാധ്യസ്ഥവും ഞങ്ങളോടൊപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പുതിയ കുടുംബത്തോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ റൂഹായുടെ സഹവാസവും സംരക്ഷണവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. പുതിയ കുടുംബത്തിന് നേതൃത്വം കൊടുക്കുന്ന ജനീലിനോടും മഞ്ജുവിനോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. യാത്രയിൽ ഈ വഴിയരികിൽ നിന്റെ രൂപം കണ്ടു ഞാൻ. അന്ധത മൂടിയ കണ്ണുകളിൽ പൊന്നൊളിയായണഞ്ഞു നീ. സത്യമായ വചനമേ, സത്യമാർഗം തെളിക്കണേ. സത്യമായ വചനമേ, സത്യമാർഗം തെളിക്കണേ. എന്നെന്നും കൂടെ വാഴുവാൻ കാരുണ്യം തൂകിടണമേ. എന്നെന്നും കൂടെ വാഴുവാൻ കാരുണ്യം തൂകിടണമേ. ജീവിതയാത്രയിൽ ഈ വഴിയരികിൽ നിന്റെ രൂപം കണ്ടു ഞാൻ. അന്ധത മൂടിയ കണ്ണുകളിൽ പൊന്നൊളിയായണഞ്ഞു നീ. അങ്ങേ സ്നേഹക്കടലിനാഴം അറിയാൻ വൈകി ഞാൻ. അഭയം നൽകും നിൻ തിരുസന്നിധി അണയാൻ വൈകി ഞാൻ. ഒടുവിൽ നിന്നുടെ വിരലിൻ സ്പർശനമറിവു ഞാൻ. ഒടുവിൽ നിന്നുടെ വിരലിൻ സ്പർശനമറിവു ഞാൻ. സത്യമായ വചനമേ, സത്യമാർഗം തെളിക്കണേ. സത്യമായ വചനമേ, സത്യമാർഗം തെളിക്കണേ. എന്നെന്നും കൂടെ വാഴുവാൻ കാരുണ്യം തൂകിടണമേ. എന്നെന്നും കൂടെ വാഴുവാൻ കാരുണ്യം തൂകിടണമേ. ബത്സയിഥായുടെ കരയിൽ നിന്നുടെ തിരുമൊഴി കേട്ടു ഞാൻ. ബഥാനിയായുടെ വീഥിയിൽ നിന്നെ തിരഞ്ഞലഞ്ഞു ഞാൻ. ഒടുവിൽ നിന്നുടെ അരികിൽ അഭയം തേടി ഞാൻ. ഒടുവിൽ നിന്നുടെ അരികിൽ അഭയം തേടി ഞാൻ. സത്യമായ വചനമേ, സത്യമാർഗം തെളിക്കണേ. സത്യമായ വചനമേ,
തെളിക്കണേ എന്നെന്നും കൂടെ വാഴുവാൻ കാരുണ്യം തൂകിടണമേ എന്നെന്നും കൂടെ വാഴുവാൻ കാരുണ്യം തൂകിടണമേ ജീവിതയാത്രയിൽ ഈ വഴിയരികിൽ നിന്റെ രൂപം കണ്ടു ഞാൻ അന്ധത മൂടിയ കണ്ണുകളിൽ പൊന്നൊളിയായണഞ്ഞു നീ സത്യമായ വചനമേ സത്യമാർഗം തെളിക്കണേ സത്യമായ വചനമേ സത്യമാർഗം തെളിക്കണേ എന്നെന്നും കൂടെ വാഴുവാൻ കാരുണ്യം തൂകിടണമേ എന്നെന്നും കൂടെ വാഴുവാൻ കാരുണ്യം തൂകിടണമേ മധുരം വെക്കട്ടെ മണവാള ചെറുക്കന് മധുരം വെക്കട്ടെ ഇനിയലിന് മധുരം വെക്കട്ടെ കുറുനിളം തൂവലെ നിനക്കായി മാത്രമേ ചിരിക്കൂട് കൂട്ടി ഞാൻ നിറവോടെ കുറുമ്പിന്റെ കൂട്ടുമായി വിരുന്നെത്തിയുന്നവൾ മഴത്തുള്ളി പോലെന്നിൽ മിഴിവോടെ ചരാതുപോൽ കെടാതെ നീ നാളമാകണം നിലാവിലോക്കിനാവുകൾ 100 കാണണം
कैसे तुझसे दिल ना लगाए कोई, रब्बा ने तुझको बनाने में कर दी है हुस्न की खाली तिजोरियां, काजल की सियाही से लिखी है तूने जाने कितनों की लव स्टोरियां, केसरिया तेरा इश्क है पिया, रंग जाऊं जो मैं हाथ लगाऊं, दिन बीते सारा तेरी फिक्र में, रैन सारी तेरी खैर मनाऊं, പവിഴ മഴയേ നീ പെയ്യുമോ ഇന്നിവളെ, നീ മൂടുമോ വെൺപനിമതി ഇവളിലെ മലരൊളി അഴകിലെ നാളങ്ങളിൽ, എൻ കനവുകൾ വിതറിയ താരകങ്ങളെ കാണുവാൻ കാത്തു ഞാൻ, ദൂരെ ഒരു മഴവില്ലിൻ നേഴാം വർണ്ണം പോൽ തൂവൽ കവിളിനയിൽ നിന്മായാലാവണ്യം, सदियों से भी लंबी है मन की अमावस्या है, और तू भूल चढ़ियों वाले त्योहारों जैसी चंदा भी दीवाना है तेरा, जलती है तुझसे सारी चकोरियां, काजल की सियाही से लिखी है तूने जाने कितनों की लव स्टोरियां, കാലമാകുന്ന തോണിയിൽ നമ്മളിന്നിതാ ചേരവേ, പീലി നീർത്തുന്നൊരായിരം ജാലമെന്നിൽ ഇന്നാകവേ, പവിഴ മഴയേ നീ പെയ്യുമോ ഇന്നിവളെ, നീ മൂടുമോ വെൺപനിമതി ഇവളിലെ മലരൊളി അഴകിലെ നാളങ്ങളിൽ, എൻ കനവുകൾ വിതറിയ താരകങ്ങളെ കാണുവാൻ കാത്തു ഞാൻ, केसरिया तेरा पविഴ മഴയേ, केसरिया तेरा പവിഴ മഴയേ, रे गा नी सा रे गा नी सा रे गा सा नी रे, नी सा रे गा नी सा रे गा नी सा रे गा नी सा पा. നല്ലൊരു കുടുംബജീവിതം ആശംസിച്ചതിനും നന്ദി പറയാൻ വേണ്ടി ഞാൻ ജിനിലിനെ ക്ഷണിക്കുന്നു. ഇന്ന് വന്ന എല്ലാവർക്കും ഒരു 2 വാക്ക് പറയാം. പെട്ടെന്ന് അപ്രതീക്ഷിതമായതുകൊണ്ടേ, പക്ഷെ എന്നാലും തീർച്ചയായിട്ടും നന്ദി മനസ്സിലുണ്ടായിരുന്നു. ഞാൻ എന്തായാലും പറയാൻ അവസരം ഞങ്ങൾ തന്നു. ഇന്നലെ മുതൽ കഷ്ടപ്പെട്ട കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്, എനിക്ക് വേണ്ടി ഓടി നടക്കുന്ന ആൾക്കാരും, പിന്നെ എന്നോട് ഒരുപാട് സ്നേഹമുള്ളവർ, ഒരുപാട് ദൂരത്തുനിന്ന് ഇന്നലെ മുതൽ യാത്ര ചെയ്ത് വന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്, എന്നോട് ഒരുപാട് സ്നേഹമുള്ള ആൾക്കാർ. ഈ ഒരു കൂട്ടായ്മ എനിക്ക് അതാ, നമ്മൾ ഇത്രയും ബ്ലെസ്ഡ് ആണെന്ന് മനസ്സിലാവുന്ന ഇങ്ങനത്തെ അവസരം. കാരണം എല്ലാവരും ഇങ്ങനെ ഒന്നിച്ച് കിട്ടാൻ അവസരം വളരെ കുറച്ചാണ്. പക്ഷേ മുന്നോട്ടൊരു കുടുംബജീവിതം ഈ പറഞ്ഞ പോലെ ഇത്രയും നല്ല എക്സാമ്പിൾസ് എൻ്റെ മുമ്പിലുണ്ട്. ഒരു കുടുംബജീവിതം തുടങ്ങാൻ പോകുന്ന സമയത്ത് എനിക്ക് എക്സാമ്പിൾ സെറ്റ് ചെയ്തിരുന്ന എല്ലാവരും എൻ്റെ മുന്നിൽ ഇപ്പോൾ തന്നെയുണ്ട്. അത് ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ്. ഇന്ന് എനിക്ക് വേണ്ടി വലിയ തിരക്ക് പിടിച്ച എല്ലാവരും തിരക്കുള്ള ജോലിയും മറ്റു പ്രശ്നങ്ങളും അല്ലെങ്കിൽ വീട്ടിലും തിരക്കെല്ലാം മാറ്റി വെച്ചിട്ട് എനിക്ക് വേണ്ടി 2 ദിവസം മാറ്റി വെച്ച് ഇവിടെ എഫേർട്ട് ഇട്ട് വന്ന എല്ലാവരും, ഞാനും അമ്മയും ചാച്ചനും കുട്ടും എൻ്റെ പേരിൽ എല്ലാവരും, പ്രത്യേകിച്ച് ആരുടെയും പേര് എടുത്തു പറയുന്നതിൽ ഒരുപാട് തോന്നുന്ന എല്ലാവരോടും എന്നോട് കാണിച്ച സ്നേഹത്തിനും ഇത്രയും ചിരിയുള്ള മുഖം കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇത്ര ഒന്നിച്ചൊരു കൂട്ടായ്മ ഇങ്ങനെ കാണാൻ പറ്റുന്നതിൽ
ഭയങ്കര ബ്ലെസ്ഡ് ആണ്, ഗ്രൗണ്ടഡ് ആണ്. ഇങ്ങനെ എല്ലാവരും ഉണ്ട് എന്നുള്ളത് വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ കാണാണ്. ഇനിയും മുന്നോട്ട് ഈ പറഞ്ഞ പോലെ ഈ ഒരു സപ്പോർട്ടും സ്നേഹം എൻ്റെ അടുത്ത് കൂടെ ഉണ്ടാവണം. ഇത്ര എഫേർട്ട് കാണിച്ച് എൻ്റെ അടുത്ത് വന്നതിനും ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ മൊമെന്റിൽ ഷെയർ ചെയ്യാൻ വന്നതിനും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.